എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്നല്ല 2 വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് സജ്ന ഫിറോസ് പോക്കിമോൻ വിഷയം. ഈ പോക്കിമോൻ എന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. കാരണം യഥാർത്ഥ പേര് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കേസാണ്. അതുകൊണ്ട് നമുക്ക് പൂക്കിമോൻ എന്ന് വിളിക്കാം. അവരുടെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തൊപ്പി ആൻഡ് ഗ്യാങ് അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തൊപ്പി കേസ് കൊടുത്തു എന്നുള്ളതാണ്. തൊപ്പി കേസ് കൊടുത്തു, അത് വൻ വിഷയത്തിലേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരൊക്കെ കൊടുങ്ങും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇനി തൊപ്പി തന്നെ കൊടുങ്ങുമോ എന്നറിയില്ല. കാരണം ഈ തെറ്റ് ചെയ്യുന്നേക്കാളും വലിയ കുറ്റമാണ് തെറ്റ് ചെയ്തത് മറച്ചു വെക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇവർ പബ്ലിക്കായിട്ട് വന്ന് ഇവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണുള്ളത്. തൊപ്പി വന്ന് ഷമീറിൻ്റെ ടീമിൻ്റെ കാര്യം പറയുന്നു, ഷമീറിൻ്റെ ടീം വന്ന് തൊപ്പിയുടെ കാര്യം പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വെല്ലുവിളിച്ച് അവസാനം അവരവർക്ക് തന്നെ അത് പാരയായി മാറും എന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ജനം ടിവിയും മനോരമയുമാണ് ഇതൊരു വാർത്തയാക്കി മാറ്റിയത്. മറ്റൊരു മാധ്യമങ്ങളിലും അങ്ങനെ വാർത്ത കണ്ടില്ല. ഈ ഒരു വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയാൻ ഈ 2 മാധ്യമങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറെ ഏതെങ്കിലും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ്? ഡ്രഗ്സ്, ചൂഷണം, പോക്കോ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. തൊപ്പി ഫയൽസ് തൂഫാനിൽ കുടുങ്ങുമോ? നിയമ നടപടി ആവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ. ഇതാണ് മനോരമയിൽ വന്ന വാർത്ത. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തൊപ്പി ഫയൽസ് പ്രഥമ ദൃഷ്ട്യാ NDPS വകുപ്പ് ചുമത്താവുന്ന കുറ്റം, തൂഫാനിൽ കൊടുക്കുമോ? ഇതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് എടുക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരുപാട് കുട്ടികൾ ഇവരുടെ വീഡിയോസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഇവരുടെ വീഡിയോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് അറിയാതെ തന്നെ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. നമുക്ക് ഈ കുട്ടികളാണ് തൊപ്പിയുടെ ഫാൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, ഇന്നലെ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തൊപ്പിയുടെ ഇനാഗുറേഷൻ ഒരെണ്ണം ഉണ്ടായിരുന്നു. മലപ്പുറത്താണെന്ന് തോന്നുന്നു. ആ ഇനാഗുറേഷന് അവിടെ കൂടിയ ഒരു 85-90% ആൾക്കാരിലും കുട്ടികളാണുള്ളത്. കംപ്ലീറ്റ് കുട്ടികളായിരുന്നു. അവരുടെ ബഹളം കാണും. തൊപ്പിക്കെതിരെ ഒരു കേസൊക്കെ വന്ന സമയത്ത് കേരളം കത്തും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളാണ് തൊപ്പിയുടെ ഫാൻ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇത്തരം ലൈവുകൾ അല്ലെങ്കിൽ ഇത്തരം തുറന്നു പറച്ചിലുകൾ കുട്ടികളെ എത്രമാത്രം എഫക്റ്റ് ചെയ്യും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നലെ തൊപ്പി കേസ് കൊടുത്തു. ആർക്കെതിരെയാണ് കേസ് കൊടുത്തത്? എന്തിനു വേണ്ടിയാണ് കേസ് കൊടുത്തത്? ഈ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഈ കേസ് കൊടുക്കാൻ പോയപ്പം പോലീസുകാർ എന്തൊക്കെയാണ് തൊപ്പിയോട് ചോദിച്ചത്? ഇതിലെല്ലാം ഉപരി തൊപ്പി പറഞ്ഞൊരു വാക്ക്, ആ ഒരു വാക്കിൽ തൊപ്പിയോടുള്ള ട്രസ്റ്റ് ആൾക്കാർക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ഇന്നലത്തെ ഷമീറിൻ്റെ ലൈവോടുകൂടി കുറേ ആൾക്കാർ തൊപ്പിക്കെതിരായി. അത് ആലോചിക്കണം. ഷമീറും ഗ്യാങ്ങും വന്ന് സംസാരിച്ച ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് മര്യാദയ്ക്ക് തൊപ്പി സാലറി കൊടുക്കുന്നില്ല, അവർക്ക് വേണ്ട കാശ് കൊടുക്കുന്നില്ല, അവരുടെ വീട്ടിൽ ദാരിദ്ര്യം മനസ്സിലാക്കി തൊപ്പി പെരുമാറുന്നില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ തൊപ്പി തിരിച്ചു വന്നിട്ട് ചെയ്ത എന്താണ്? ഇവരുടെ കുൽസിത വീഡിയോകൾ എടുത്ത് പുറത്തിട്ടു. പൈസ കൊടുത്ത സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ അതിനകത്ത് മുഴുവൻ ഈ ചില്ലറ കണക്കുകളാണുള്ളത്. പിന്നെ 10,000 രൂപ, 25,000 രൂപ, 14,000 രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണല്ലോ നമുക്കറിയത്തില്ല. തൊപ്പിയുടെ ആവശ്യത്തിന് വേണ്ടിയാണോ അത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയാണോ എന്ന് നമുക്കറിയത്തില്ല. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ തൊപ്പി ചെയ്ത ഒരു മോശം പരിപാടി എന്ന് പറയുന്നത് ആ വീഡിയോ പുറത്തുവിട്ടതാണ്. ഇവർ ആ വിഷയത്തെ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അറിയാമായിരിക്കും അത് തൊട്ടാൽ പണിയാവുമെന്ന് അറിയാമായിരിക്കും. അതുകൊണ്ട് അവർ തൊട്ടിട്ടില്ല. പക്ഷേ തൊപ്പി എന്ത് ചെയ്തു? ഇവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് പുറത്തിട്ടു. സ്വാഭാവികമായിട്ട് ഇവർ നിർബന്ധിതരായി തിരിച്ചു ചെയ്യാനായിട്ട്. അവരും അതുപോലെ ചെയ്തു. അപ്പോൾ ഇപ്പം ഈക്വലായി 2 പേരും ഫ്രോഡുകളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. അതിലുപരി ഇപ്പോൾ തൊപ്പി പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർ പുറത്തുവിട്ട വോയിസുകൾ AI നാവുണ്ടായിരുന്ന AI ഇപ്പോൾ നിലവിളിച്ചാണ്. എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അത് എൻ്റെ മണ്ടയ്ക്കാണല്ലോ വരുന്നതെന്നാണ് AI ഇപ്പോൾ പറയുന്നത്. ആ വോയിസ് എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വഴി ഉണ്ടാക്കിയതാണ് എന്നാണ് തൊപ്പി അവകാശപ്പെടുന്നത്, തൊപ്പി പറയുന്നത്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. തൊപ്പി കേസ് കൊടുത്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് നോക്കാം. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത് പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടിയിൽ നിന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാധാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ കേസ് പ്രതിയല്ല കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പിടിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാരിത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷൻ്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയെന്ന്. അപ്പോൾ ഈ ഒരു ചെയ്ത കാര്യത്തിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തെളിയിക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് തൊപ്പിയും പെടും എന്നുള്ളതാണ്. കാരണം ഇവന്മാർ തൊപ്പി താമസിക്കുന്ന വീട്ടിനകത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തൊപ്പി തന്നെ വന്ന് ലൈവിൽ പറഞ്ഞ കാര്യമാണ്. അത് 3 മാസം മുൻപ് തന്നെ തൊപ്പിക്ക് അറിയാമായിരുന്നു. തൊപ്പി പറയുന്നുണ്ട്
പക്ഷേ ഈ 3 മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും തൊപ്പി കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ തൊപ്പിക്കെതിരെയും ഒരു കംപ്ലയിൻറ്റ് വരാൻ അല്ലെങ്കിൽ ഒരു കേസ് വരാൻ സാധ്യതയുണ്ട്. സാധ്യത കൂടുതലാണ്. കാരണം തൊപ്പിയാണ് അവരുടെ ലീഡർ എന്ന് പറയുന്നത്. ഈ കാര്യം അറിഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചെയ്ത തെറ്റിനെ മറച്ചു വെച്ചു അല്ലെങ്കിൽ മറച്ചു വെക്കാൻ കൂട്ടുനിന്നു എന്ന പേരിൽ വേണമെങ്കിൽ തൊപ്പിക്കെതിരെ കേസ് വരാം. കേസ് എടുക്കണോ വേണ്ടോ എന്നുള്ളത് പോലീസുകാരുടെ തീരുമാനമാണ്. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ തൊപ്പിയുടെ ഒരു നിരപരാധിത്വം തെളിയിക്കാനും അല്ലെങ്കിൽ തൊപ്പിക്കെതിരെ വന്ന അലിഗേഷനെ ഓവർടേക്ക് ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തേക്കുന്നത്. ബാക്കിയേക്കാം നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിങ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ. ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, അങ്ങനെയല്ലേ വരുള്ളൂ. കാരണം അവരും പഠിച്ചേക്കുന്ന അങ്ങനെയല്ലേ. ആരാ അവരുടെ ഗുരു ആരാ? തൊപ്പി വന്നതും നെഗറ്റീവ് റീച്ചിലൂടെ അല്ലേ. തൊപ്പി അല്ലാണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കി വന്ന ഒരാളല്ലായിരുന്നു തുടക്കത്തിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം കാണിച്ചുകൊണ്ടാണ് തൊപ്പി റീച്ചിലേക്ക് എത്തിയതും. അത്രയും കുട്ടികളെ പോലും ആ ലെവലിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊപ്പി. പിന്നെയാണ് കുറേ നല്ല കാര്യങ്ങളും കുറേ നന്മകളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു നല്ല പേരെടുത്ത് വന്നിരുന്നത്. പക്ഷേ അത് ഈ ഒരൊറ്റ പ്രശ്നത്തോടു കൂടി ആൾക്കാർ രണ്ടായി എന്നുള്ളതാണ്. ഒരു കൂട്ടം ആൾക്കാർ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു കൂട്ടം ആൾക്കാർ തൊപ്പിയെ ഒപ്പോസ് ചെയ്യുന്നു, ഒരു കൂട്ടം ആൾക്കാർ ഇതൊന്നും ചെയ്യാതെ തൊപ്പിയുടെ വീഡിയോ പോലും കാണാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ തൊപ്പിയുടെ ഒരു സ്ഥിരം ഫോളോവർ അല്ല, സ്ഥിരം ഒരു വീഡിയോ കാണുന്ന ഒരാളല്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് തൊപ്പിയുടെ വീഡിയോ കണ്ടു തുടങ്ങിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനകത്ത് തെറ്റുകളുണ്ടാകാം. തെറ്റുകൾ തിരുത്തേണ്ടത് തൊപ്പിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ആ തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ് അബോഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ, ഞാൻ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം ചെയ്തെന്ന് ഒരാളെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പില് പ്രണയം നടിച്ച് പീഡിച്ചിട്ട് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവരെന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്ലാനിങ് ആണ്. പക്ഷെ തൊപ്പിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ തൊപ്പി പറയുന്നുണ്ടായിരുന്നു 3 മാസം മുന്നേ തന്നെ എനിക്കത് അറിയാമായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തന്നെ തൊപ്പി ഒരു ജെന്യൂൻ പേഴ്സൺ ആണെങ്കിൽ അത് അറിഞ്ഞപ്പോൾ തന്നെ ഒന്നുകിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല, അല്ലെങ്കിൽ അവരവിടുന്ന് പുറത്താക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. 3 മാസം മുന്നേ തൊപ്പി ഇത് അറിഞ്ഞു എന്നും പറയുന്നു. അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ തൊപ്പി ഇവരെ പുറത്താക്കിയോ? ആക്കിയിട്ടില്ലല്ലോ. ആക്കിയെങ്കിൽ ഓക്കെ, ആക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു കൂട്ടുപ്രതി എന്ന ലെവലിൽ തൊപ്പിയും പേരും. കാരണം തൊപ്പിയുടെ വീട്ടിൽ തൊപ്പി റെൻറ്റിനെടുത്ത വീടാണത്. മറ്റാരുടെയും പേരിലല്ലോ വീട്, തൊപ്പിയുടെ പേരിലല്ലേ ആ വീട്. അപ്പോൾ തൊപ്പി റെൻറ്റിനെടുത്ത വീട്ടിൽ തൊപ്പി അറിയാണ്ട് ഇങ്ങനെ സാധനം വെക്കുമ്പോൾ അത് തൊപ്പി അറിഞ്ഞു കഴിയുമ്പോൾ തൊപ്പിക്ക് അതിനകത്ത് ഭാഗമല്ലെങ്കിൽ ഉറപ്പായിട്ട് അത് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു. അത് തൊപ്പിയുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. കേസ് വരുമ്പോഴേക്കും അതങ്ങനെയൊക്കെ അറിഞ്ഞു തിരിഞ്ഞൊക്കെ വരും. തെറ്റുമറിക്കാൻ കൂട്ടുനിന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. കേൾക്കാൻ ബാക്കി. അപ്പം ഇവരെ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യൻ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയെന്ന്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്തൊക്കെ എനിക്ക് മടിയാന്ന് ചെറിയൊരു വിഭാഗം. അല്ല, അവന്മാര് വെച്ച വീഡിയോയ്ക്കകത്ത്, ഷമീറൊക്കെ വെച്ച വീഡിയോയ്ക്കകത്ത് തൊപ്പിയുടെ കുറച്ച് വോയിസ് ഒക്കെ വെച്ചിട്ടുണ്ട്. തൊപ്പി ഈ പെൺകുട്ടികളെ മോശമായിട്ട് സംസാരിക്കുന്നതും അത് വളരെ മോശമായിട്ട് വളരെ വൾഗറായിട്ട് സംസാരിക്കുന്ന വോയിസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൊപ്പി തന്നെ പറഞ്ഞതല്ലേ. പക്ഷെ തൊപ്പി പറയുന്നത് അതൊക്കെ AI ആണെന്ന് പറയുന്നത്. AI വോയിസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇപ്പോൾ എന്തായാലും മലയാളികൾക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. AI വന്ന സമയത്താണെങ്കിൽ അത് ഈ AI വോയിസ് ആണോ അല്ലെങ്കിൽ ഒരാളുടെ ഒറിജിനൽ വോയിസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം AI എത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരും ഒരു വോയിസിനകത്തുന്നുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടത് AI ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് കേൾക്കാം ബാക്കി. തൊപ്പി പറയുന്നുണ്ട് അത് എൻ്റെ വോയിസ് അല്ല, അത് AI വഴി ഉണ്ടാക്കിയ വോയിസ് ആണ്, ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ തൊപ്പി ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം.
ഇത് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്ത് സത്യം പുറത്ത് വരണം, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറത്ത് വരണം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1-2 മാധ്യമങ്ങൾ, അതിപ്പോൾ മനോരമയും ജനം TV യാണ് പുറത്തുവിട്ടത് ഈ വാർത്ത. സോ അതാണ് സോഷ്യൽ മീഡിയയും ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ചോദ്യം ചെയ്യണം. കാരണം പറഞ്ഞല്ലോ, കുട്ടികളെയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് കുട്ടികളെ. ശരിക്കും ഇങ്ങനൊരു ഗ്യാങ് പോലും ഒരു സാമൂഹ്യ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ കിടന്ന് അടിയുണ്ടാക്കുന്നത്, ഇത് കാണുന്ന കുട്ടികൾ, നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. തൊപ്പിയുടെ ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം 2,13,000 പേര് കണ്ടു, വെറും 8 മണിക്കൂർ കൊണ്ട്. അപ്പോൾ അത്രമാത്രം റീച്ചുള്ളൊരു വ്യക്തിയാണ് തൊപ്പി എന്ന് പറയുന്നത്. ഈ 2 ലക്ഷം സംതിങ് ആൾക്കാരിൽ എത്ര പേര് കുട്ടികളുണ്ടാവും? ഈ കുട്ടികളെല്ലാം ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ? ഇതാണ് നിങ്ങളെ ചോദ്യം ചെയ്യണം, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണമെന്നും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബാക്കി പറ. എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകൾ. ആ അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞതിന് എങ്ങനെ അത് എന്റേതാവും? അല്ല, പറഞ്ഞല്ലോ, അതൊക്കെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അതിന് അവർ അനുഭവിക്കണം, ശിക്ഷ അനുഭവിക്കണം. ഇപ്പോൾ ആരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ആരുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ട്. എവിടെയാണ് ന്യായം, എവിടെയാണ് സത്യം? ഇവരുടെ കൂട്ടുകാർ പോലും പറയുന്നത് 2 രീതിയിലാണ്. ഓക്കെ, ഇവരറിയുന്ന ആൾക്കാർ പോലും 2 രീതിയിലാണ് നിൽക്കുന്നത്. ചിലർ പറയുന്നു അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, ചിലർ പറയുന്നു ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അപ്പം ഒന്നും അറിയാതെ നമ്മൾ ആരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കും? ആരുടെ ഭാഗത്തും സംസാരിക്കുന്നില്ല. 2 പേരുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്ന് പുറത്ത് വരണം. ഓക്കെ, തൊപ്പി തെറ്റ് തൊപ്പി ശിക്ഷിക്കപ്പെടണം. അല്ല, അവരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. നമുക്കിപ്പം പക്ഷഭേദമൊന്നുമില്ല, 2 പേരും നമുക്ക് ഒരുപോലെ തന്നെയാണ്, 2 കൂട്ടരും. പിന്നെ കൂടെ നിന്ന് കുതികാല് വെട്ടുന്ന പരിപാടി, അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ഇഷ്ടമല്ല. വേറൊരു കാര്യം, തൊപ്പി അവരെ ജോലിക്കാണ് നിർത്തിയിരുന്നതെങ്കിൽ, അവരൊരു സാലറീഡ് പേഴ്സൺസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ തൊപ്പി അവർക്ക് സാലറി കൊടുക്കണമായിരുന്നു. തൊപ്പിയുടെ സാലറി കൊടുത്തിട്ടില്ല, അല്ലാണ്ട് എന്തൊക്കെയോ കാശ് കൊടുത്തെന്ന് പറയുന്നു. അതിനകത്ത് കാണിച്ച സ്ക്രീൻഷോട്ട് കംപ്ലീറ്റ് തൊപ്പിക്ക് അഗെയിൻസ്റ്റ് ആവാനുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അതിനകത്ത് മുഴുവൻ ഈ കടകളിൽ കൊടുക്കുന്ന ഫണ്ട് പോലത്തെ ചില്ലറ എമൗണ്ടാണ് ഏറ്റവും കൂടുതൽ. പിന്നെ 10,000 രൂപ, 5,000 രൂപ അങ്ങനെയുള്ള എമൗണ്ടുകൾ ഉണ്ട്. അത് എന്തിനു വേണ്ടി കൊടുത്തുന്നുള്ളത് വ്യക്തമല്ല. അവർ പറയുന്നു അവർക്ക് സാലറി ഇട്ടിട്ടില്ല, അവർക്ക് അങ്ങനെ പൈസ ഇട്ടിട്ടില്ല, എല്ലാം തൊപ്പിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ അക്കൗണ്ട് വഴി അവർ കാര്യങ്ങൾ ചെയ്തതാണെന്ന് പറയുന്നു. പിന്നെ തൊപ്പി പറയുന്നുണ്ടായിരുന്നു തൊപ്പിയുടെ ഏതൊരു അക്കൗണ്ടാണ് ഷമീറിന് കൊടുത്തത്, അതിനകത്തുനിന്ന് ഫണ്ട് മുഴുവൻ ഷമീർ ഞാൻ എടുത്തതെന്ന് പറയുന്നു. ഷമീർ അതിന് തിരിച്ച് മറുപടിയായിട്ട് വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇവരുടെയൊക്കെ പലരുടെ അക്കൗണ്ട് അടിച്ചു പോകുന്നു. ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരി, തൊപ്പിയുടെ ബാക്കി കേൾക്കാം. ഇങ്ങനെയാണ് ഒരു ഡ്രഗ് ഉണ്ടാക്കല്. ഞാൻ കളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവര് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരയിൽ നിന്ന് കാണിച്ചാൽ ഞാൻ അങ്ങനെ തൊപ്പി അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ പോലീസ് വന്നിട്ടാണ് തൊപ്പിയുടെ അലമാരിക്കകത്ത് നീ സാധനം എടുക്കുന്നെങ്കിൽ തൊപ്പി അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊന്നും അവർ ചോദിക്കത്തില്ല. നിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിന്റെ റൂമിൽ നിന്നാണ് കിട്ടുന്നത്, നിന്റെ അലമാരയിൽ നിന്നാണ് കിട്ടുന്നത്, ശരിയല്ലേ? സോ ഇതൊരു സോൾഡ് എവിഡൻസ് ആയിട്ട് പോലീസ് കണക്കാക്കും. അത് തൊപ്പിയുടെ അലമാരിക്കകത്ത് നിന്ന് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ വെച്ചോ ആര് വെച്ചു എന്നത് ഇവിടുത്തെ ഒരു വിഷയം. അത് പിന്നെ അന്വേഷണം വരുള്ളൂ. ആരാണ് വെച്ചത്, എന്തിനു വെച്ചു, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പിന്നെ അന്വേഷിക്കുള്ളൂ. പക്ഷേ കേസ് വരുമ്പോൾ തൊപ്പിയുടെ അലമാരയിൽ നിന്ന് ഈ സാധനം കിട്ടി, തൊപ്പിക്കെതിരെ കേസ് വരും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇട്ടുള്ള പാര വെച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ 2 കൂട്ടരും. ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, അവനെയും കൊണ്ട് ഞാൻ പോകും എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ 2 കൂട്ടരും നിൽക്കുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പറഞ്ഞാൽ ഇവര് പറയുന്നത് എങ്ങനെ? ഏതെങ്കിലും ഒരു പെണ്ണു എന്ന് പറയട്ടല്ല, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ടോ? ആർക്കെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണ് കേസ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണ് കേസ് വന്നാ? എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട്, ഒരു വാക്ക്, ആരെങ്കിലും ഒരു പരാതിയും കൊണ്ടുപോവാ? ഇതൊന്നും പറയുന്നത് ജനങ്ങളല്ല, തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. തൊപ്പി തന്നെ പറയുന്നത് എൻ്റെ സഹോദരനാണ്, എൻ്റെ കസിൻ ബ്രദറാണ്, എൻ്റെ ചങ്ക് ബ്രദറാണ്, ചങ്ക് കൂട്ടുകാരാണ്, 10, 12, 13 വർഷമായിട്ട് കൂടെയുള്ള സുഹൃത്താണ് എന്നൊക്കെ തൊപ്പി തന്നെയാണ് പറയുന്നത്, നാട്ടുകാരല്ല. ആ പറഞ്ഞ കൂട്ടുകാരും ആ പറഞ്ഞ കസിൻ ബ്രദറും ഒക്കെ തന്നെയാണ് തൊപ്പിക്കെതിരെ ഇപ്പോൾ ഈ പറയുന്ന അലിഗേഷൻസ് പറഞ്ഞേക്കുന്നത്. സോ ഇത് നിങ്ങൾ തമ്മിൽ ഒന്നുകിൽ തല്ലി തീർക്കുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് തീർക്കുക. തൊപ്പി എന്നാലും കേസ് കൊടുത്തല്ലോ, തെളിയട്ടെ. അവർ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് തെളിയട്ടെ. ഇതിനല്ലേ കോടതിയും പോലീസൊക്കെ ഉള്ളത്. മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പോകുമ്പോൾ തൊപ്പിയും കൂടെ പോകേണ്ടി വരുന്നു മാത്രം. അവിടെയാണ് പ്രശ്നം. തൊപ്പി കൊടുത്ത കേസാണെങ്കിൽ പോലും ഇത് കേസ് അന്വേഷിച്ച് വരുമ്പോഴേക്കും തൊപ്പിയുടെ വീട്ടിനകത്താണ് ഈ പരിപാടി നടന്നേക്കുന്നത്. ആ സമയത്ത് തൊപ്പി അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും തൊപ്പിക്ക് ഇത് അറിയാമായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ
ഒക്കെ അവർ സംസാരിക്കും, അവരത് ചോദ്യം ചെയ്യും, സത്യമായിട്ട് തന്നെ പുറത്ത് വരികയും ചെയ്യും. അവർ അന്വേഷിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് അവർ അന്വേഷിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ കാശിനോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനോ ഒന്നും അവർ വശംവദരായില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ അന്വേഷണം നടക്കും, അതിന് തക്കതായ മറുപടികൾ കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, എന്നാൽ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ആ ലെവലിൽ പോകുന്ന ടീമാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കേസ് എടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം ഈ വിഷയം വൈറലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പല ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയുന്ന പല ആൾക്കാരും ഉണ്ട്. അവരിൽ പലരും തന്നെ ലഹരിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അവരെന്തായാലും ഈ കാര്യം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇത് അദ്ദേഹത്തിന് മുമ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവാം, എത്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇത് കേസ് എടുക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കണ്ടറിയണം. പിന്നെ എന്താ പറഞ്ഞത്, ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. എടാ, ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ AI വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ. പാവപ്പെട്ട AI ആരെന്ത് ചെയ്താലും അതെല്ലാം എൻ്റെ മണ്ടയ്ക്കാണല്ലോ എന്നാണ് AIയും പറയുന്നത്. പിന്നെന്താണ്, ഹാക്കർമാർ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് പുറത്തുനിന്ന് അത് AI ആണ്, ഞാനല്ല, എൻ്റെ വോയിസ് ഇങ്ങനെയല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. പറയുന്നത് ആരോടാണ്, അല്ലെങ്കിൽ ആരുടെ മുന്നിലാണ്? മലയാളികളുടെ മുന്നിലാണ്. ഈ എന്താ പറയുക, ഒരു നൂലിൻ്റെ ഇഴ പോലും കീറി പരിശോധിക്കുന്ന മലയാളികളുടെ ഇടയിലാണ് ഇത് പറയുന്നുള്ള ചിന്ത വേണം. ഈ ഒരു ഒറ്റ വാചകം പറഞ്ഞതിൻ്റെ പേരിലാണ് ഒരു വിഭാഗം ആൾക്കാർ തൊപ്പിക്ക് അഗെയിൻസ്റ്റ് ആയത്. അതുവരെയും എല്ലാവരും സപ്പോർട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഒറ്റ വാചകം പറഞ്ഞു അത് AI ആണ്, എൻ്റെ വോയിസ് അങ്ങനെയല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, അപ്പോൾ കേട്ടവരെന്തോ മണ്ടന്മാരാണോ? ഇവിടേക്കാണ് നമ്മുടെ നാവുപിഴ വരുന്നതെന്ന് പറയുന്നത്. എന്തിനാണ് എല്ലാം AIയുടെ മണ്ടയിൽ? നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാൻ ചെയ്തു, അക്സെപ്റ്റ് ചെയ്യും, അല്ല അത് അഡ്മിറ്റ് ചെയ്യും. ഇപ്പോൾ അവന്മാർ ചെയ്താണ്ടില്ലേ, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു, ഞങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ തൊപ്പി പക്ഷേ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, തൊപ്പി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അത്രയ്ക്ക് പുണ്യാളനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരല്ലേ, കാരണം ഒന്നുമില്ലാണ്ട് അവന്മാർ ഇത്രയും സംസാരിക്കുമോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ തൊപ്പി പറയുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പക്ക പെർഫെക്റ്റ് ആണെന്നാണ് തൊപ്പി പറയുന്നത്. അതിനോടൊന്നും നമുക്ക് അത്രമാത്രം അങ്ങോട്ട് പൂർണ്ണമായിട്ടൊന്ന് യോജിക്കാൻ പറ്റില്ല. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അതിനൊരു സംശയം വേണ്ട. തൊപ്പി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്, ഇതൊന്നുമില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ബാക്കി പറ. ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം, മനസ്സിലാ? ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ, വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാനത് ചെയ്തെന്നും പറഞ്ഞിട്ട് നിൽക്കുക, ഞാനത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിൽക്കുക. ഞാൻ പറയാ എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസും ഞാൻ പോലീസിന് കൈമാറും. അവന്മാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കില് ഇട്ട് ടെക്നിക്കലായിട്ടും എല്ലാണ്ടും മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളിൽ അവനെ നാറ്റിക്കാം. എന്തിന്റെ ആവശ്യം? നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരും. ഞാൻ ആരെയും കൊന്നോ അല്ലെങ്കിൽ വേറെന്താ ഈ പീഡും കൊല്ലതും കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സാധനം ഒരിക്കലും അടുത്ത് വരുന്നത് നോക്കിക്കോ. അടുത്ത എന്താ നിങ്ങൾ ആലോചിക്ക്, ആ സാധനത്തിന് അടുത്ത് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ അവരുടെ ഇനിയും സാധനങ്ങൾ ഉണ്ടെന്നാണ് തൊപ്പി പറയാതെ പറഞ്ഞു വെക്കുന്നത്. തൊപ്പി ഇങ്ങനെ കുറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വേറെയും കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നുമില്ല. ഇപ്പം ഈ പറയുന്ന കേസിന്റെ വഴിക്ക് പോകും. തൊപ്പി കേസ് കൊടുത്തു, അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കും. ആ കൂട്ടത്തിൽ തൊപ്പിയുടെ ഭാഗം കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ വിളിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. സോ അതെല്ലാം ഇവർ തന്നെ വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ ഇതൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി പാരൻസ് ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. കാര്യം കൂടുതലും നോർത്ത് കേരളയിലുള്ള ആൾക്കാരാണ്, മലബാർ ഭാഗത്തുള്ള ആൾക്കാരാണ്, മലബാർ ഭാഗത്തുള്ള കുട്ടികളാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഹാർഡ് കോർ ഫാൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഒരു മഴ പോലെ ഇരച്ച് കുട്ടികൾ ചെന്നത്. തൊപ്പിയുടെ വലിയ ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ഭയങ്കര ചില്ലാണ്, ഭയങ്കര വൈബാണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതെല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു, നമുക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാം സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ പറഞ്ഞ ഗെയിമേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും ഇവരുടെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ ടീം ഇതിൽ ഇടപെടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇടപെടണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇനി ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാവരുത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സൊസൈറ്റിക്ക് മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നൊരു ഗ്യാങ് ഇനി ഉണ്ടാവരുത് എന്ന ലെവലിലേക്ക് നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.